ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത് പാവക്ക തോരനാണ്. പാവക്ക തോരനൊട്ട് കയ്പില്ല കേട്ടോ. നന്നായിട്ട് എണ്ണയിൽ വാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പുണ്ടാവില്ല. പിന്നെ ഞാൻ കുറച്ച് കയ്പ് കളഞ്ഞിട്ടും കൂടിയാണ് പാവക്ക തോരൻ വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. കുറേ നാൾ മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരു 4-5 വർഷമായിട്ട് ഉണ്ടാവുള്ളൂ പാവക്ക തോരൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പൊക്കെ പാവക്ക കൊണ്ട് വേറെ കറികളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ആദ്യമായിട്ട് പാവക്കത്തോരൻ കഴിക്കുന്നത് പെരുമ്പളത്ത് തന്നെ ഒരു PSC കോച്ചിങ് സെൻ്റർ ഉണ്ട്. അവിടെ പോയിരുന്ന് പഠിക്കുക. അപ്പോൾ അവിടെ ഒരു ദിവ്യ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ അമ്മ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പാവക്കത്തോരൻ കണ്ടിട്ട് വരാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക തോരനാണ്. ഇതിനു വേണ്ടി ഞാനൊരു പാവക്ക എടുത്തിട്ടുണ്ട്. ഈ പാവക്ക പരമാവധി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. ഇതിവിടെ ഉണ്ടായ പച്ചമുളകാണ്. വലിയ എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ഇടാനില്ല. തോരനായതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും ചെറുതായിട്ട് പാവക്ക അരിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്ക് ഒരു 5-6 വരക്ക് ആദ്യം തന്നെ കത്തി കൊണ്ട്, എന്നിട്ട് പലകയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ പിടിച്ചിട്ടോ ചെറുതായി കുനുകുന അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഞെരടുകയാണെങ്കിൽ നന്നായിട്ട് കയ്പ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരും. അതുപോലെ കുറച്ച് ഞെരടണമെങ്കിൽ കുറച്ച് കയ്പ്പ് ഇറങ്ങി വരുള്ളൂ. കയ്പ്പ് കളയണ്ട എന്നുള്ളവർക്ക് ഉപ്പ് ചേർത്തിട്ട് വെറുതെ വെച്ചാൽ മതിയാവും. അപ്പോൾ അധികം നേരം വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. കയ്പ്പ് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്ലേറ്റിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് പ്ലേറ്റ് ഒന്ന് ചരിച്ച് വെക്കാം. എൻ്റെ അടുത്ത് ഈ വിക്സിൻ്റെ അടുപ്പിയാണുള്ളത്. അപ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ചിട്ട് ചരിച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചപ്പോഴേക്കും നമ്മുടെ പാവക്കയുടെ കയ്പ്പിറങ്ങിയേക്കണ കണ്ടോ? ഇത് കണ്ടോ? നമുക്ക് ഇത്രയും കയ്പ്പ് കളഞ്ഞാൽ മതി. ഇനി പിഴിഞ്ഞ് കളയണമെന്നൊന്നുമില്ല. കുറച്ച് കയ്പ്പ് അതിൽ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കയ്പ്പ് കളയാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചിരിക്കുകയാണ്. ചട്ടി വെച്ചിട്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. പാവക്ക നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാടിയെങ്കിൽ അതിനോട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കടുകിടാം. കടുകിടാം. പറയുമ്പോൾ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്തായിട്ട് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കടുക് പൊട്ടൂല. നമ്മൾ എന്തെങ്കിലും അടുത്തായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കടുക് പൊട്ടൂല ബാക്കിയുള്ളത്. അപ്പോൾ ചിലവർക്ക് കടുക് അങ്ങനെ തന്നെ എടുക്കുമ്പോൾ ഇഷ്ടമില്ലല്ലോ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശമൊക്കെ ഒരുവിധം എല്ലാവരും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകിൻ്റെ പുറകെ തന്നെ നമുക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പ്രാവശ്യത്ത് അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നില്ലേ, അതിന് ഞാൻ വിത്തുകൾ വാങ്ങാറുണ്ട്, എന്നിട്ട് നടാറുണ്ട്. അപ്പോൾ അന്നേരം വാങ്ങിയ വിത്തുകളിൽ നിന്ന് ഉണ്ടായതാണ്. മുളകിൻ്റെ വിത്ത് നട്ടപ്പോൾ ഉണ്ടായ മുളകാണ്. എന്താണെന്നറിയില്ല, മറ്റേ ബജ്ജി മുളകിൻ്റെ വിത്തായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എരിവ് കുറേച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ കളർ കണ്ടോ? ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പാവയ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് സവാളയ്ക്ക് ഇടുമ്പോൾ കുറച്ചിടാൻ പാടുള്ളൂ. ശരിക്കും ഉള്ളി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് സവാള ഇടുന്നതാണ് കേട്ടോ. ഉള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. സവാള ആകുമ്പോൾ ഒരുപാട് ഉണ്ടാവും. ആ സവാളയുടെ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ സവാള എണ്ണയിൽ വാട്ടുമ്പോൾ തന്നെ. ശരിക്കും ഇത് അധികം ആർക്കും അറിയാൻ പാടില്ലാത്തൊരു റെസിപ്പിയാണെന്ന് തോന്നുന്നു. പാവക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുക. കയ്പ്പാണെന്ന് പറഞ്ഞ് നമ്മൾ പാവക്ക പലപ്പോഴും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓർക്കണത്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പെട്ടെന്ന് മുക്കാൻ വേണ്ടി ഞാൻ സവാള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് നമ്മുടെ പാവക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കയ്പുള്ള വെള്ളം പതുക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞു. എന്നിട്ട് നമ്മുടെ പാവക്ക ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. നട്ട് പിടിപ്പിച്ച് പാവക്ക ഉണ്ടാകാറാകുമ്പോഴേക്കും ഉണ്ടല്ലോ, ആദ്യത്തെ പൂവൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ പച്ചച്ചാണകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പാവക്കൊക്കെ ഭയങ്കര കയ്പ്പായിരിക്കും. അതേസമയം നമ്മൾ പാവക്ക പൂവിട്ട സമയത്ത് അല്ലെങ്കിൽ പാവക്കൊക്കെ വളം ചെയ്യുമ്പോൾ എപ്പോഴും ഉണക്ക് ചാണകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാവക്ക അങ്ങനെ അത്രയധികം കഴിക്കില്ല. അപ്പം നമുക്കിനി ഇത് തുറന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തോരൻ എന്ന് പറയുമ്പോൾ ഈ തേങ്ങ ഇട്ടതാണല്ലോ തോരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പാവക്കയിലും കണ്ട എല്ലാ പാവക്കയിലും എണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് പാവക്ക. ഇനി ഈ തേങ്ങയുടെ കൂടെ കുറച്ച് നേരം കൂടെ വെന്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പാവക്ക കഴുകിയിട്ട് വേണം അരിയാനായിട്ട്. അരിഞ്ഞിട്ട് നമ്മൾ കഴുകരുത്. അപ്പോൾ ശരിക്കും നല്ലോണം കയ്പ്പ് കൂടും കേട്ടോ. നമ്മൾ നന്നായിട്ട് കഴുകുക പാവക്ക, എന്നിട്ട് മാത്രം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകുക. അപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി തേങ്ങയും ഇതും കൂടി നന്നായിട്ട് യോജിച്ച് വേകാൻ വേണ്ടി നമുക്ക് ഒത്തിരി നേരം ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ വേവിക്കണത്. തീ കൂട്ടി എപ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുക, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും തന്നെ ചെറിയ അടുപ്പിൽ വെക്കുക, അതും സിമ്മിലിട്ട് വെക്കുക. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വേപ്പില എടുക്കാൻ പോയതായിരുന്നു. ഓണമായല്ലേ, ഓണം അത് ചിങ്ങമായി കഴിഞ്ഞു. ഒരുപാട് കല്യാണങ്ങളാണ് എല്ലാ ഞായറാഴ്ച. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം ഇടക്ക് ഉണ്ടെങ്കിൽ ഇടക്ക് ദിവസം മുടക്കുകളുണ്ടെങ്കിൽ ആ ദിവസം പോലും കല്യാണങ്ങളാണ്. അപ്പോൾ ഞാനിത് പണ്ടത്തെ കാലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് പോവുകയാണ്. പണ്ട് ചേട്ടന്മാർ വാപ്പന്മാർ എല്ലാവരും കൂടി ചേർന്ന് പിള്ളേർക്ക് വേണ്ടി പൂക്കള മത്സരങ്ങളും ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമാണ് അതിൽ. ഞാനൊക്കെ ഒരുപാട് പൂക്കള മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ചെറുതിലുള്ള ആ ഒരു പൂക്കള മത്സരത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട്, എൻ്റെ നാട്ടിലുള്ള പൂക്കള മത്സരത്തിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ SHRUTHI'S ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മത്സരിച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്നെക്കൂടി അന്ന് ഒരുപാട് പേര് സഹായിച്ചായിരുന്നു. ഞാൻ ആദ്യം പൂക്കള മത്സരത്തിന് ഉണ്ടെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ കൂടെ ആരും അങ്ങനെ സഹായിക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കൂടി വന്നു. പൂക്കള മത്സരത്തിൻ്റെ അന്ന് എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ശരിക്കും ഞാൻ മഞ്ജുഷ എന്ന് പറഞ്ഞ കൂട്ടുകാരത്തെയൊക്കെ ആയിട്ട് ഭയങ്കര തിക്കാകുന്നത് ഈ പൂക്കള മത്സരത്തിൻ്റെ ആ ഒരു ദിവസമാണ്. ഞങ്ങളുടെ പൂക്കളത്തിന് ഒരുപാട് സാധനങ്ങൾ, നിലവിളക്ക്, നിറപറ, മറ്റേ സ്വർണം, പുതിയ കസവുമുണ്ട്, ഇതൊക്കെ തരാനായിട്ട് ഹോസ്റ്റലിൽ നിന്നുള്ള പിള്ളേർ ഇഷ്ടം പോലെ വന്നായിരുന്നു. ഞാനത് ഓർക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ചേട്ടന്മാരെ അതുപോലെ തന്നെ വാപ്പന്മാരെ എല്ലാവരും തന്നെ ചെറിയ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ മത്സരങ്ങളൊക്കെ ഈ സമയത്ത് സംഘടിപ്പിക്കണം നല്ലതായിരിക്കും കേട്ടോ. പിള്ളേർക്കത് ഭയങ്കര ഒരു ഓർമ്മയായിരിക്കും. നിങ്ങളെ പറ്റിയൊക്കെ ഓർക്കണത് ആ ഒരു രീതിയിലായിരിക്കും. അതെ, ഇപ്പോഴത്തെ വാപ്പന്മാരും ചേട്ടന്മാരൊക്കെ എല്ലാവരും എന്താണെന്ന് ഒന്ന് വട്ടം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും വല്ലതും ഇരിപ്പുണ്ടോ ഒരു വാട്ടിക്സ് അടിക്കാൻ. അതാണ് എല്ലാവരുടെയും പരിപാടി. നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. വലിയ കയ്പൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കട്ടെ കേട്ടോ. ഇത് കയ്പ് കളഞ്ഞിട്ടും കയ്പുണ്ട് കേട്ടോ. പക്ഷേ ഈ കയ്പ് വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് പാവക്കത്തോരൻ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഡിഷുമായിട്ട് പറഞ്ഞവരെ ടാറ്റാ.